നടൻ ജയസൂര്യയുടെ ചിത്രമെടുക്കാൻ ശ്രമിച്ച ഫോട്ടോഗ്രാഫർക്ക് മർദ്ദനം. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ നടൻ ജയസൂര്യയുടെ ഫോട്ടോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. ജയസൂര്യയുടെ കൂടെയുള്ളവരാണ് ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചതെന്നാണ് പരാതി. ദേവസ്വം ഫോട്ടോഗ്രാഫർ സജീവ് നായർക്കാണ് മർദ്ദനമേറ്റത്. ജയസൂര്യയ്ക്ക് ഒപ്പമുണ്ടായിരുന്നവർ ഫോട്ടോ എടുക്കുന്നത് തടഞ്ഞ് മർദ്ദിച്ചുവെന്ന് സജീവ് നായർ പറഞ്ഞു. ദേവസ്വം ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞിട്ടും മർദ്ദനം തുടർന്നുവെന്നാണ് ആരോപണം. അമ്പലത്തിൽ ഇവിടെ ദേവസ്വം സ്റ്റാഫാണ് മാധ്യമപ്രവർത്തനം പിടിച്ചിട്ടുണ്ട്. വെറുതെ തമാശ കേട്ടോ. താനായിട്ട് നിങ്ങളോട് പറഞ്ഞല്ലേ ഫോട്ടോ എടുക്കണ്ട പറഞ്ഞു. ഞാൻ നിങ്ങളെ ഫോട്ടോ അമ്പലത്തിലെ ഫോട്ടോ കൊണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആൾക്കാർ നിങ്ങൾ 2 തവണ ഫോട്ടോ അമ്പലത്തിൽ ഇവിടെ ദേവസ്വം സ്റ്റാഫാണ്. സുമേഷ് മൊറാഴ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുമേഷ്, ഓരോരുത്തരുടെയും സ്വകാര്യതയാണ്. ഒരു ഫോട്ടോ എടുക്കണോ വേണ്ടയോ അതൊരു ഓരോ വ്യക്തികളുടെ തീരുമാനമാണ്. ഇപ്പോൾ സുമേഷിനായിക്കോട്ടെ അല്ലെങ്കിൽ ഞാനായിക്കോട്ടെ, നമ്മുടെ ഒരു ഫോട്ടോ എടുക്കരുത് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാൻ പാടില്ല. പക്ഷേ ചലച്ചിത്ര താരങ്ങൾ, സിനിമാ താരങ്ങൾ, അവരുടെ ഫോട്ടോകൾ, അവരുടെ വീഡിയോകളൊക്കെ ആരാധകർ ഫോണിലും മറ്റും ക്യാമറയിലൊക്കെ പകർത്താറുണ്ട്. ഇവിടെ എന്താണ് ഒരു പ്രകോപന കാരണമായത്? ഈ വിഷയത്തിൽ ജയസൂര്യ എന്താണ് പറയുന്നത്? ജയസൂര്യയുടെ നിലപാട് എന്താണ്? ടോം, ജില്ലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ കൊട്ടിയൂർ ശിവക്ഷേത്രം. അവിടെ ഇപ്പോൾ വൈശാഖ മഹോത്സവം നടക്കുകയാണ്. ദിവസേന ആയിരങ്ങളാണ് അവിടെ വന്ന് തൊഴുത് മടങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ഈ ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു സിനിമാ താരം ജയസൂര്യയും സംഘവും ഇന്ന് അവിടെ എത്തുന്നത്. ജയസൂര്യ കൂടെ അവരുടെ സുഹൃത്തുക്കൾ എന്നാണ് പറയുന്നത്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ അവിടെ ഈ ദേവസ്വം ബോർഡ് നിയമിച്ച ഒരു താൽക്കാലിക ഫോട്ടോഗ്രാഫറാണ് ഈ മർദ്ദനമേറ്റിട്ടുള്ള സജീവ് നായർ. ഇദ്ദേഹം അവിടുത്തെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തനം കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവിടെ വരുന്ന ആരാധന സ്ഥലങ്ങളിൽ എത്തുന്ന അവിടുത്തെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഒപ്പിയെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. ഇതൊരു ഒരു സാധാരണ ഒരു ഫോട്ടോഗ്രാഫർ അല്ല. ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇന്ന് രാവിലെ 8:30 കൂടിയാണ് ഈ ജയസൂര്യൻ സുഹൃത്തുക്കളും ഇവിടെ എത്തുന്നത്. ഇത് സ്വാഭാവികമായും ഇതിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആരാധന നടക്കുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ എത്തുന്ന സമയത്താണ് ഈ ഫോട്ടോഗ്രാഫർ ഈ ഫോട്ടോഗ്രാഫറുടെ ശ്രദ്ധയിൽ ജയസൂര്യ പെടുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോ ഇദ്ദേഹം എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. എന്നാൽ ജയസൂര്യ കൂടെ ഉണ്ടായ സുഹൃത്തുക്കൾ അത് തടഞ്ഞു എന്നാണ് ഇപ്പോൾ ഈ സജീവ് നായർ പറഞ്ഞത്. അതായത് തടയുക മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ക്യാമറ ഉൾപ്പെടെ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു സ്ഥലത്ത് ഈ ആരാധന നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ സാധാ ദേവസ്വം ഓഫീസുമായി ബന്ധപ്പെട്ട് കുറച്ച് ദൂരമുള്ള സ്ഥലമാണ്. ഇവിടുന്ന് ആരാധനാലയത്തിന് സ്വാഭാവികമായും ഇദ്ദേഹം ദർശനം നടത്തുകയും ഇത്തരം കാര്യങ്ങളാണ് ഇദ്ദേഹം ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അവിടെ നിന്ന് ഇദ്ദേഹം ജയസൂര്യ തിരിച്ചു മടങ്ങുകയും ഇദ്ദേഹം വാഹനം നിർത്തിയിട്ടുള്ള സ്ഥലത്തേക്ക് മടങ്ങുന്ന വഴി പിന്നീടും അവിടെ നിന്നും ഇദ്ദേഹം ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു എന്നാണ് ഇവരുടെ കൂടെയുള്ള സുഹൃത്തുക്കളായി വരുന്ന വീഡിയോയിൽ കാണുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹത്തിന് കൃത്യമായി ഡ്യൂട്ടി ചെയ്യാനുള്ള അവകാശം, അധികാരം ഇദ്ദേഹത്തിനുണ്ട്. അത് തടസ്സപ്പെടുത്തുകയാണ് ഈ ജയസൂര്യ ഉൾപ്പെടെയുള്ള സംഘം ചെയ്തു എന്നാണ് ഈ സജീവ് നായർ പറയുന്നത്. അതായത് ഇതിൽ പ്രധാനമായി നമ്മൾ കാണേണ്ടത്, ഇദ്ദേഹം ഒരു സ്റ്റാർ പദവിയിലുള്ള ഒരാളാണ് ജയസൂര്യ. ഇദ്ദേഹം ഇത്തരം വിഷയങ്ങൾ കാണുകയും എന്നാൽ അത് തടയാൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ സജീവ് നായർ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തനം പറയുന്നത്. സ്വാഭാവികമായി ഇത്തരം ഇൻസിഡന്റ് നടക്കുമ്പോൾ അത് തടയുന്നതിന് വേണ്ടിയോ അത്തരം കാര്യങ്ങൾ പാടില്ല എന്ന് പറയുന്നതിന് വേണ്ടിയോ ജയസൂര്യൻ നടത്തിയിട്ടില്ല എന്നുള്ളൊരു പരിഭവം കൂടി ഇത്തരം ഈ മർദ്ദനമേറ്റുള്ള സജീവ് നായർ പറയുന്നുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിന്റെ കാലാണ് മർദ്ദനമേറ്റത്. കാലിനും അതുപോലെ തന്നെ ദേഹത്തുമാണ് മർദ്ദനമേറ്റിട്ടുള്ളത്. ഏതായാലും പ്രാഥമിക ചികിത്സ തേടിയിട്ടുണ്ട്. കൊട്ടിയൂർ തന്നെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ചികിത്സ തേടിയിട്ടുള്ളത്. ഏതായാലും ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. 3 പേരുടെ പേരിലാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. അതിൽ
ഒന്ന് പറയുന്നത് നിതീഷാണ്, ഒരു പ്രതി എന്ന് പറയുന്നത് നിതീഷാണ്, രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് ഷിജിത്താണ്. മറ്റൊരാളെ കണ്ടാൽ അറിയാം എന്ന് മാത്രമാണ് പറയുന്നത്. ഇതിൽ രണ്ട് പ്രധാനമായി പറയാനുള്ളത് ദേവസ്വം ഓഫീസിൽ വെച്ചും ഇദ്ദേഹത്തിന് മർദ്ദനമേറ്റു എന്നുള്ള കാര്യമാണ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് ആരാധന നടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മർദ്ദനമേറ്റതിന് ശേഷവും തിരിച്ചു വരുന്ന നേരെ ദേവസ്വം ഓഫീസിൽ കയറി അവിടെയും അവിടെ വെച്ചും ഇദ്ദേഹത്തെ മർദ്ദിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോ സജീവൻ നായർ പറയുന്നത്. ഏതായാലും എന്താണ് ഇതൊരു പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് കൃത്യമാണ്. അതുകൊണ്ട് ഇദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത്. സ്വാഭാവികമായും ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്. മലബാർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലുള്ള പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു ആരാധനാലയമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെയുള്ള താൽക്കാലികമായ ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുന്നത് തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും നമ്മൾ കാണേണ്ടത്. തീർച്ചയായും അത് ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഈ സംഭവത്തിൽ ഈ ഫോട്ടോഗ്രാഫറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ സുമേഷ്? ടോം, സജീവ് നായർ ഈ പരാതിയിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ അല്പം മുൻപ് ഇദ്ദേഹവുമായി സംസാരിച്ചു. ഏതായാലും ഇദ്ദേഹം ഇവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് പറയുന്നത്. സ്വാഭാവികമായും പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ്. ഇവരുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ്. ഇതിലെ ഞങ്ങളുടെ അന്വേഷണത്തിന് മനസ്സിലായിട്ടുള്ളത് ഇവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് സ്വാഭാവികമായി നമ്മൾ കാണുന്നത് ഫേസ്ബുക്ക് ഐഡിയിൽ ഉൾപ്പെടെ ഈ ജയസൂര്യയുടെ കൂടെ നിൽക്കുന്ന പടം ഉൾപ്പെടെ അതിൽ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിതീഷിന്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മുൻ ABVP-യുടെ സെക്രട്ടറി, ദേശീയ സെക്രട്ടറി എന്ന നിലയാണ് അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനേഷൻ ഈ ഫേസ്ബുക്കിൽ ഐഡിയിൽ കാണുന്നത്. സ്വാഭാവികമായി പോലീസിനോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചറിയുകയും എന്നാൽ പോലീസ് പറയുന്നത് അത്തരം പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോഴില്ല. ഇദ്ദേഹത്തിന് മർദ്ദനമേറ്റത് മാത്രമാണ് ഇപ്പോൾ ഞങ്ങളുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നത്. ഏതായാലും അത്തരം അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പൊ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് സ്വാഭാവികമായും ഈ ഇത്തരം ആളുകൾ, അതായത് സ്റ്റാർ പദവിയിലുള്ള ആളുകൾ കൂടെ ബൗൺസർമാർ സ്വാഭാവികമായി ഉണ്ടാകാറുണ്ട്. എന്നാൽ അത്തരം ആളുകളല്ല എന്ന് തന്നെയാണ് ഈ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഇത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ, ഇവരുടെ സാധാരണ സുഹൃത്തുക്കൾ മാത്രമാണ്, ഈ ജയസൂര്യയുടെ സുഹൃത്തുക്കൾ മാത്രമാണ് എന്നാണ് ഇപ്പൊ പോലീസും പറയുന്നത്. തീർച്ചയായും ഇവരെ പ്രകോപിപ്പിച്ചെന്താണ്? കാരണം ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോൾ ജയസൂര്യയുടെ ഫോട്ടോ എടുത്തതാണോ ഇവരെ, ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ പ്രകോപിപ്പിച്ചതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ ഫോട്ടോഗ്രാഫറും ജയസൂര്യയുടെ കൂടെ ഉണ്ടായിരുന്നവരും തമ്മിൽ മറ്റെന്തെങ്കിലും തർക്കമുണ്ടായിരുന്നു? ടോം, അതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ആ വീഡിയോയിൽ തന്നെ, പുറത്തു വന്ന വീഡിയോയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അതായത് നിങ്ങളോട് ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ആ വീഡിയോയിൽ മറ്റവരോട് പറയുന്ന സന്ദേശം അതിൽ കാണുന്നത്. സ്വാഭാവികമായി ഇദ്ദേഹത്തോട് ആദ്യമേ നിർദ്ദേശിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കരുത് എന്നുള്ള കാര്യം. എന്നാൽ ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഫോട്ടോ എടുക്കാതിരിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാധാരണ ഇദ്ദേഹം ഈ ദേവസ്വം ബോർഡ് നിയമിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്. അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹത്തെ അവിടെ നിയമിച്ചത്. സ്വാഭാവികമായും സാധാരണ ഒരാളുകൾ അല്ല മറ്റൊരാളുകൾ ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്തു എന്ന് മാത്രമാണ് സജീവ് നായർ പറയുന്നത്. അതായത് കൂടെയുള്ളവർ പറഞ്ഞു എടുക്കരുത് എന്ന് പറയുമെങ്കിൽ പോലും, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിന് അത് എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായി അത്തരം ഒരു തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം ഒരു കൃത്യം മാത്രമാണ് സജീവ് നായർ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും അതിലൊരു അസ്വാഭാവികതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസ്വാഭാവികതയുണ്ട്. ജയസൂര്യ ഉൾപ്പെടെ ജയസൂര്യ ഇത് ഒരു വിഷയം കാണുമ്പോൾ അതിൽ ഇടപെടുന്നതിന് അത് എത്രത്തോളം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസും അത് മറ്റവരോടും പറയുന്നത് അത് തന്നെയാണ്. അതായത് ഒരു കണ്ടില്ല എന്ന് ഭാവിച്ചുകൊണ്ട് മടങ്ങി വരുന്ന അല്ലെങ്കിൽ തിരിച്ചു പോകുന്ന ഒരു ജയസൂര്യയാണ് സജീവ് നായർ കണ്ടതെന്നാണ് ഇപ്പോൾ സജീവ് നായർ പറയുന്നത്. യെസ്, വ്യക്തമാണ്. സുമേഷ് മോറാഴിയാണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയപ്പോൾ ജയസൂര്യയുടെ ഫോട്ടോ എടുത്തതാണ് പ്രകോപനത്തിന് കാരണമായത്. ദേവസ്വം ബോർഡിന്റെ ഫോട്ടോഗ്രാഫറെ ജയസൂര്യയുടെ ഒപ്പം ഉണ്ടായിരുന്നവർ സുഹൃത്തുക്കൾ മർദ്ദിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫോട്ടോഗ്രാഫർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.